ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഉപ്പ് കൊണ്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ ഉപ്പ് കൊണ്ടുള്ള ട്രിക്ക് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ എന്താ വീഡിയോ എന്നൊക്കെ നമുക്ക് പറയാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെളുത്തുള്ളി തോലി കളയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ. അത് ചെറിയ ആളായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ രണ്ട് ഭാഗത്തുള്ള ഞെട്ടും അങ്ങ് മാറ്റിയതിന് ശേഷം അല്ലികളായിട്ട് വേർതിരിച്ചെടുക്കുക. അതിപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അല്ലികളായിട്ട് വേർതിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഇതുപോലെ അല്ലികളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക കോട്ടൻ്റെ ആയ എത്രയും നല്ലത് കോട്ടൻ്റെ ഒരു ക്ലോത്താണ്. അപ്പോൾ ഇതുപോലത്തെ കോട്ടൻ്റെ ക്ലോത്തിൽ ഇത് കളറാവൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് കുറച്ച് വൃത്തിയിലാകും കാരണം ഇത് നമ്മൾ ഫുഡിന് യൂസ് ചെയ്യുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഈ വെളുത്തുള്ളി അല്ലികളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പ് വിതറുക. എന്നിട്ട് ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ കുറച്ച് വീതിയുള്ള തുണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. എന്നിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നത് പോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് റബ്ബ് ചെയ്യുക. കാരണം വെച്ചാൽ സോഫ്റ്റായിട്ടല്ല, നന്നായിട്ട് ഹാർഡായിട്ട് തന്നെ റബ്ബ് ചെയ്യുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കുറച്ച് കട്ടിയുള്ള തുണിയായിരിക്കണം. കല്ലുപ്പ് കൊണ്ട് തുണി കീറാനും നിങ്ങളുടെ കൈ മുറിയാനും പാടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നല്ല ശക്തിയായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ഉണ്ട് ഏകദേശം കുറേ എണ്ണം നമുക്ക് എന്താ പറയുക ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തൊലി കളഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് തൊലി ഇതുപോലെ വിട്ടു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിലോ വേണമെങ്കിലും എത്ര സദ്യക്ക് വേണമെങ്കിലും എത്ര വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതെന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി വേണ്ട കുറച്ച് പക്ഷേ കൂടുതലുണ്ടാകും നമുക്ക് പെട്ടെന്ന് കഴിയുന്ന സംഭവമാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാവർക്കും കുഞ്ഞു മക്കൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. വെളുത്തുള്ളി തൊലി കളഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. അല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് കഴുകിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ചീഞ്ഞ് പോകും. കഴുകുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ.